സ്വർഗീയ രാജനീശോ ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെക്കുറിച്ച് ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായൊരു നിമിഷം കടന്നു വരികയാണ്. ആഗോളസഭ ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുന്ന ഒരു ഞായറാഴ്ച. അതുകൊണ്ട് തന്നെ ഈ രാജാവ് എന്നൊരു ചിന്ത നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ കൊണ്ടുവരണം. ആരായിരുന്നു യഥാർത്ഥത്തിൽ രാജാവ്? രാജ്യത്വത്തിൻ്റെ അടയാളം എന്താണ്? തീർച്ചയായും രാജ്യത്വമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം കടന്നു വരേണ്ടത് അവൻ്റെ കീഴിൽ ഒരുപാട് അണികളുണ്ടാകണം. രാജാവ് വാഴുന്നവനായിരിക്കണം. അനേകരെ തോൽപ്പിച്ച് നേട്ടങ്ങൾ കൊയ്തവനായിരിക്കണം. എല്ലായിടത്തും വിജയം മാത്രം കണ്ടവനായിരിക്കണം. എല്ലായിടത്തും ഉയർന്നു നിൽക്കുന്നവനായിരിക്കണം. ഇങ്ങനൊരു കോൺസെപ്റ്റാണ് രാജ്യത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ ക്രിസ്തു ഒരു 180 ഡിഗ്രി മാറിയാണ് അവൻ്റെ ജീവിതം ജീവിച്ചത്. ക്രിസ്തുവിനെക്കുറിച്ച് വെറുതെ ഒന്ന് കണ്ണടച്ച് ധ്യാനിച്ചാൽ ആരെയാണ് അവൻ തോൽപ്പിച്ചത്? എവിടെയാണ് അവൻ ജയിച്ചത്? എല്ലാവരുടെ മുമ്പിലും തോറ്റവൻ്റെ പേരാണ് ക്രിസ്തു. ഇങ്ങനെ തോറ്റ് തലകുനിച്ച് ഏറ്റവും ബലഹീനനായി നിന്നവനെയാണ് നാം ഇന്ന് രാജാതിരാജനായ ക്രിസ്തു എന്ന് അഭിസംബോധന ചെയ്യുകയും ആ ക്രിസ്തുവിനെ നാം ധ്യാനിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, എന്താണ് രാജ്യത്വം? ക്രിസ്തുവിൻ്റെ രാജ്യത്വം നമ്മുടെ ചിന്തകളുടെയും ലോകത്തിൻ്റെയും രാജ്യത്തിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കുന്നു? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 15-ാം വാക്യത്തിൽ 5 അപ്പം 5000 പേർക്കായി വിഭജിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണുന്നുണ്ട്. 5 അപ്പവും 2 മീനും കൊണ്ട് വാഴ്ത്തി സ്തോത്രഗീതം ആലപിച്ച ശേഷം ജനങ്ങൾക്ക് നൽകുമ്പോൾ അത് 5000 പേർക്കായി വിഭജിക്കപ്പെടുന്നു. 12 കൂട്ട ബാക്കി വരും. മനുഷ്യർക്ക് മനസ്സിലായി ഇവൻ്റെ സാധാരണ മനുഷ്യനൊന്നുമല്ല, ഇവനിൽ എന്തൊക്കെയോ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് അവനെ പിടിച്ചുകൊണ്ട് രാജാവാക്കാൻ അവർ ശ്രമിച്ചു എന്ന് ഈ വചനത്തിൻ്റെ അവസാനം നമ്മളൊക്കെ വായിക്കും. ഒരു വിഷപ്പകറ്റുന്ന രാജാവായി മനുഷ്യരെല്ലാവരും അവനെ ആദ്യം ചിന്തിച്ചു. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ കഴുതപ്പുറത്ത് എഴുന്നള്ളി വരുന്ന ഒരു ക്രിസ്തുവിനെ നമ്മൾ കാണും. ജെറുസലേം പ്രവേശനമാണ്. ക്രിസ്തുവിൻ്റെ വരവ് അവരൊക്കെ പെട്ടെന്ന് റിസംബ്ലൻസ് ആയിട്ട് എടുക്കുന്നത് പഴയ നിയമത്തിൽ ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെയാണ്. നിങ്ങളുടെ രാജാവ് കഴുതപ്പുറത്ത് എഴുന്നള്ളി വരും. നിങ്ങളുടെ വിമോചകനായ ക്രിസ്തു മിശിഹ അവൻ ജനങ്ങളുടെ ഇടയിലൂടെ കടന്നു വരും. ഇങ്ങനെയൊക്കെ വായിച്ചു കേട്ട ഓർമ്മയിലുള്ള അവർക്ക് കൃത്യമായി കിട്ടുന്നത് ഇവനാണ് രാജാവ്. അതുകൊണ്ട് അവർ ഹോസാന ഹോസാന എന്ന് പാടി അവർ രാജാവിനെ വരവേറ്റു. അപ്പോഴും അവരുടെ മനസ്സിൽ ഇവൻ ഞങ്ങളെ രക്ഷിക്കാൻ വന്ന രാജാവാണ്. ആദ്യം വിശപ്പകറ്റാൻ വന്ന രാജാവാണെങ്കിൽ ഇവിടെ ഞങ്ങളുടെ ജീവിതം രക്ഷിക്കാൻ വന്ന രാജാവാണ്. പക്ഷേ ക്രിസ്തു നേരെ മാറി മറിച്ചു. ക്രിസ്തു അവരുടെ ചിന്തകളൊക്കെ മാറ്റി ക്രിസ്തു പുതിയൊരു കോൺസെപ്റ്റാണ് അവർ കാണിച്ചു കൊടുത്തത്. ഇങ്ങനെ മനുഷ്യർ ക്രിസ്തുവിനെ വിശപ്പകറ്റുന്നവരായും ജീവിതം രക്ഷിക്കുന്നവരായും ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ലൂക്കാസ് സുവിശേഷം 23-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അത് ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ നിമിഷമാണ്. അതിനിടയിൽ ക്രിസ്തുവിനെതിരെയുള്ള ആരോപണം ഇതായിരുന്നു: ഇവൻ ജനത്തെ വഴിതെറ്റിക്കുകയും സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുകയും താൻ രാജാവാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് ക്രിസ്തുവിനെതിരെയുള്ള ആരോപണം. ഈ ആരോപണം നിലനിൽക്കെ തന്നെ പീലാത്തോസ് ക്രിസ്തുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നീ യഹൂദരുടെ രാജാവാണോ? സുവിശേഷം മറിച്ചൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ രാജ്യത്വം എല്ലായിടത്തും ചോദ്യം ചെയ്യപ്പെട്ടും രാജ്യത്വം എല്ലായിടത്തും ഭീഷണിയായി നിന്നും രാജ്യത്വത്തിൻ്റെ പേരിൽ അവരെപ്പോഴും ഉള്ളിൽ സംഘർഷവും കൊണ്ടു നടന്നവരാണ്. അതുകൊണ്ട് തന്നെ മരണത്തിന് തൊട്ടുമുമ്പ് പോലും ആ ചോദ്യം ഉയരുന്നു: നീ യഹൂദരുടെ രാജാവാണോ? വലിയ വേദനയുടെ ക്രിസ്തു പറയുന്ന ഉത്തരം: എൻ്റെ രാജ്യം ഐഹികമല്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രജകൾ ഇതിനുവേണ്ടി പോരാടുമായിരുന്നു. ഐഹികമല്ലാത്തൊരു രാജ്യം. അങ്ങനെയാണെങ്കിൽ അവൻ രാജാവല്ല എന്ന് പറഞ്ഞിട്ടില്ല. എങ്കിൽ അവൻ്റെ രാജ്യത്വം എന്തായിരുന്നു? വിശപ്പകറ്റുന്നവനല്ല. അന്നു വേണ്ട അപ്പത്തിന് വേണ്ടി ആ അപ്പം മാറ്റിത്തരുന്ന ഒരു അത്ഭുതം നടത്തുന്ന രക്ഷകനൊന്നുമല്ല ക്രിസ്തു. മറിച്ച് ജനങ്ങളെ ജീവിതത്തിൽ നിന്ന് അവരുടെ ഇന്നത്തെ രാഷ്ട്രീയപരമായുള്ള പോരാട്ടത്തിൽ രക്ഷിക്കാൻ വന്നവനല്ല. പക്ഷെ മറ്റെന്തോ ആണ്. ആ മറ്റെന്തോ ആണ് എന്നുള്ളൊരു ഉത്തരം കൃത്യമായി കിട്ടുന്നത് ക്രിസ്തുവിൻ്റെ കുരിശു മരണത്തിലാണ്. കാലം തെളിയിച്ചു വെച്ചതുപോലെ ദൈവത്തിൻ്റെ പദ്ധതി പോലെ ക്രിസ്തുവിൻ്റെ മരണത്തിൽ കുരിശിൻ്റെ മുകളിൽ എഴുതി വെച്ചു: നസ്രായനായ യേശു യഹൂദരുടെ രാജാവ്. അവിടെയാണ് അവൻ്റെ രാജ്യത്വം വെളിവാക്കപ്പെട്ടത്. കൃത്യമായി ക്രിസ്തുവിനെ മനുഷ്യർ എല്ലാ കാലത്തും ഓർത്തു വയ്ക്കാൻ അവൻ്റെ മരണശേഷം കുരിശിൻ്റെ മുകളിൽ എഴുതി വെച്ചു: നസ്രായനായ യേശു യഹൂദരുടെ രാജാവ്.
ക്രിസ്തു ആരാണെന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ ഒരു കുരിശാണ് നമുക്കുള്ളത്. ആ കുരിശിലെ രാജ്യത്വമാണ് നമുക്കുള്ളത്. പ്രിയമുള്ളവർ, അങ്ങനെയാണെങ്കിൽ എന്താണ് ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിൻ്റെ പ്രത്യേകത? അത് കുരിശിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു ക്രിസ്തുവാണ് അവൻ്റെ രാജ്യത്വത്തിൻ്റെ അടയാളം. അതാണ് ക്രിസ്തുവിൻ്റെ പ്രത്യേകത. ക്രിസ്തുവിൻ്റെ രാജ്യത്വം കുരിശാണ്. കുരിശിനെ മുഖമുദ്രയാക്കിക്കൊണ്ട് മനുഷ്യരുടെ ഇടയിൽ നിന്ന ഒരു രാജാവ്. അതാണ് അവൻ്റെ രാജ്യത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആ രാജാവിൻ്റെ പിന്നാലെ പോകുന്ന ഓരോരുത്തരും ആ ക്രിസ്തുവിൻ്റെ പാതയാണ് പിന്തുടരേണ്ടത്. ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത, ഈ ഭൂമിയിലെ ഏതൊരു മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളുടെയും ഈ രാജാവ് കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജാവിൻ്റെ പ്രജകളായി ജീവിക്കുമ്പോൾ ഈ രാജാവ് കടന്നുപോയ എല്ലാ വേദനകളും സങ്കടങ്ങളും നമ്മളിന്ന് കടന്നു പോകും. പക്ഷേ ഈ കടന്നു പോകുന്ന പാതകളൊക്കെ എന്തിനു വേണ്ടിയാണ്? കടന്നു പോകുന്ന കുരിശുകളൊക്കെ എന്തിനു വേണ്ടിയാണ്? ഉദ്ധാനത്തിന് വേണ്ടിയാണ്. ഓർക്കണം, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടുന്നില്ല എങ്കിൽ മാർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 34-ാം വാക്യം വായിക്കണം. അതിൽ കുരിശിൽ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ക്രിസ്തുവിനെ നിങ്ങൾ കാണും. അതാണ് അവൻ്റെ രാജ്യത്വം. ഒത്തിരി ദാരിദ്ര്യത്തിലൂടെയൊക്കെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ ലൂക്കാസ് സുവിശേഷം 9-ാം അധ്യായം 58-ാം വാക്യം വായിക്കണം. അവിടെ കുറുനരികൾക്ക് മാളവും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല എന്ന വലിയ വേദനയുടെ വചനം കാണും. ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റം കടന്നുപോയൊരു രാജാവ്. നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങളെ തള്ളിപ്പറയുമ്പോൾ, വേദനിപ്പിക്കുമ്പോൾ, നിങ്ങളുടെ സ്നേഹത്തെ അവഗണിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 25-ാം വാക്യം വായിക്കണം. അവിടെ തോളോട് തോൾ ചേർന്ന് നടന്നിട്ട് ആര് നിന്നെ ഒറ്റിക്കൊടുത്താലും ഞാൻ നിന്നെ ഒറ്റിക്കൊടുക്കില്ല, നിന്നെ വിട്ട് വേർപിരിയില്ല എന്നൊക്കെ ആവർത്തിച്ച് പറഞ്ഞ പത്രോസ് 3 പ്രാവശ്യം ഒറ്റിക്കൊടുത്ത് നിങ്ങൾ വായിക്കും. ജീവിതത്തിൽ പ്രവാസിയായി അകന്നു നിന്ന് തൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കിക്കാണേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മത്തായി സുവിശേഷം 2-ാം അധ്യായം 13-ാം വാക്യം വായിക്കണം. അവിടെ ജനിച്ച അന്ന് രാത്രി തന്നെ ഒരു പ്രവാസിയായി ഈജിപ്തിൽ ഓടിപ്പോയി ജീവിക്കേണ്ടി വന്ന ക്രിസ്തുവിനെ നിങ്ങൾ കാണും. അതായിരുന്നു അവൻ്റെ രാജ്യത്വം. പ്രിയമുള്ളവരെ, ഏറ്റവും കുറ്റവാളിയെ നിങ്ങളൊക്കെ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ എവിടെയെങ്കിലും തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ മത്തായി സുവിശേഷം 27-ാം അധ്യായം 13-ാം വാക്യം വായിക്കണം. 4 കോടതി മുറികളിൽ മാറി മാറി ചോദ്യം ചെയ്യപ്പെട്ട ഒരു ക്രിസ്തുവിനെ നിങ്ങളവിടെ കാണും. ഇതായിരുന്നു അവൻ്റെ രാജ്യത്വം. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ രാജ്യത്വം മനുഷ്യർ ചിന്തിച്ചതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരുന്നു. ആ രാജ്യത്വം സഹനത്തിൻ്റെ പാതയാണ്, കുരിശിൻ്റെ മുഖമുദ്രയാണ്. പക്ഷേ ഇതിനെല്ലാത്തിനും അപ്പുറം ഒരു ഉദ്ധാനമുണ്ട്. ആ കുരിശിൻ്റെ പാതയിലൂടെ മാത്രമേ ഉദ്ധാനത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് അവൻ്റെ രാജ്യത്വം തെളിയിച്ചത്. ഈ ഭൂമിയിലെ വേദനകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഓർക്കണം, ഇതൊക്കെ രാജ്യത്വത്തിൻ്റെ പാതയാണ്. മനുഷ്യർ ചിന്തിക്കുന്ന പോലെയല്ല അവൻ്റെ രാജ്യത്വത്തിൻ്റെ അടയാളം. അത് ചിന്തകൾക്കും അപ്പുറമാണ്. അത് ദൈവിക പാതയാണ്. അതെല്ലാം അവസാനം എത്തിച്ചേരുന്നത് സ്വർഗീയ പാതയിലേക്ക്, സ്വർഗപിതാവിൻ്റെ അടുത്തേക്കാണ്. ആ ഒരു പാതയിലേക്ക്, ആ രാജാവിൻ്റെ മക്കളായിത്തീരാൻ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ യാത്ര ചെയ്യാം.